നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസുകളിലെ വിവാദങ്ങൾ മുറുകുന്നു. മൂന്നാം പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ രാഹുലിന്റെ അടുത്ത സുഹൃത്ത് ഫെനി നൈനാനെതിരെ പോലീസ് ഇന്നലെയാണ് കേസെടുത്തത്. പരാതിക്കാരിയുടെ സ്വകാര്യതയും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയെന്നാണ് ഫെനിക്കെതിരെയുള്ള കുറ്റം. തനിക്കെതിരെ കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഫെനി നൈനാൻ രംഗത്തെത്തി. താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് കേസെന്നാണ് ഫെനിയുടെ ആരോപണം. ജാമ്യത്തിന് ശ്രമിക്കാതെ നെഞ്ചുവിരിച്ച് ഫെനി രംഗത്തെത്തുമ്പോൾ രാഹുലിനൊപ്പം എന്ന് ഉറപ്പിക്കുകയാണ് ഫെനി നൈനാൻ. തനിക്കെതിരെ കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണവുമായി ഫെനി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. താൻ നിയമം ലംഘിച്ചിട്ടില്ലെന്നും ഫെനി പറയുന്നുണ്ട്. അദ്ദേഹം ചില ചോദ്യങ്ങളും ഇവിടെ ചോദിക്കുന്നുണ്ട്. പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് കുറ്റമാണെന്ന് എനിക്കറിയാം. ആദ്യ ദിവസങ്ങളിൽ പരാതിക്കാരുടെ ചാറ്റുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? രണ്ടാമത്തെ പരാതിയിൽ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന തന്നെ എന്തുകൊണ്ട് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? 2024 ഏപ്രിലിൽ പീഡനം നടന്നുവെന്ന് പറയുന്ന പരാതിക്കാരി അതിന് മാസങ്ങൾക്ക് ശേഷം രാഹുലിന്റെ ഫ്ളാറ്റ് സുരക്ഷിതമാണെന്നും അങ്ങോട്ട് വരാമെന്നും ചാറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും ഫെനി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കേസെടുത്താലും സത്യം കോടതിയിൽ തെളിയും. FIR ലഭിച്ചാലുടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഫെനി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികളിൽ ഫെനി നൈനാന്റെ പേരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാഹുലിനെതിരായ പരാതികൾ ഒന്നൊന്നായി വന്നപ്പോഴും ഫെനി നൈനാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസ് നൽകിയ പരാതിക്കാരിയുമായി താൻ നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. രാഹുൽ MLAയെ കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചുവെന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ ഫെനി നൈനാൻ പറയുന്നു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകാം എന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതി എന്നും തന്നോട് പറഞ്ഞുവെന്നും ഫെനി വ്യക്തമാക്കി. വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് ഫെനി ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം പങ്കുവച്ചത്. ആ കേസിലെ അതിജീവിത തനിക്ക് പണം നൽകിയിട്ടുണ്ടെന്നും 5000 രൂപയാണ് നൽകിയതെന്നും ഫെനി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. പണം തന്നപ്പോൾ തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി 50 കൂപ്പണുകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിരുന്നുവെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. ആ സ്ത്രീയെ രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്ന വിവരം അതിശയകരമായി തോന്നി. കാരണം ഈ അതിജീവിത 2025 നവംബർ വരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിയിട്ടുണ്ടെന്നും ഫെനി കുറിച്ചു. രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിനെക്കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും അതിനാലാണ് ചോദ്യം ചെയ്തിട്ടും തന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഫെനി കുറിച്ചിരുന്നു. അതേസമയം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. തിരുവല്ല കോടതി ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ തീരുമാനം പ്രസ്താവിക്കുക. ചോദ്യം ചെയ്യലിനോടും അന്വേഷണത്തോടും രാഹുൽ സഹകരിക്കുന്നില്ലെന്ന കാര്യം SIT കോടതിയെ അറിയിക്കും. പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തിരുന്നു. സംഭവം നടന്ന മുറി തിരിച്ചറിയുകയും ചെയ്തിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരുന്നു. 2024 ഏപ്രിൽ 8 ഉച്ചയ്ക്ക് 1 മണി അതിജീവിത ബുക്ക് ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിലെ 408 നമ്പർ മുറിയിലേക്ക് രാഹുൽ കടന്നുവന്നു. അതിജീവിതയുമായി സംസാരിച്ചു. 1 മണിക്കൂറിലധികം മുറിയിലിരുന്നു. ഇക്കാര്യം രാഹുൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. രാഹുൽ BR എന്ന പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നതും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ ബലാത്സംഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് രാഹുൽ മൗനം പാലിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കും ചിരിയായിരുന്നു രാഹുലിന്റെ മറുപടി.
ചോദ്യം ചെയ്യലിൽ നിസ്സഹകരണമാണ് രാഹുൽ സ്വീകരിച്ചതും. അതേസമയം തനിക്ക് അനുകൂലമായ തെളിവുകൾ അന്വേഷണ സംഘം നശിപ്പിക്കുമെന്നാണ് രാഹുൽ പറയുന്നത്. കോടതി വഴി അനുമതി തേടി അന്വേഷണ സംഘം ഫോൺ പരിശോധിക്കട്ടെ എന്നാണ് രാഹുലിന്റെ നിലപാട്.